ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോകാൻ പോവുകയാണ്. നമ്മൾ പോകാൻ പോകുന്നത് ഡോവറിലാണ്. ഡോവർ ദ വൈറ്റ് ക്ലിഫ് കൗണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഡോവർ കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഡോവറിലെ കുറച്ച് കാഴ്ചകളും യാത്രയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഡോവർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ തന്നെ 30 ഡിഗ്രി ഉണ്ട്. ഇംഗ്ലണ്ടിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ദിവസമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നല്ല രസമാണ് അല്ലേ? നല്ല ക്ലൈമറ്റ് അല്ലേ ചിഞ്ചു? കാരണം തന്നെ ഒരു രസമാണ് പുറത്തോട്ടൊക്കെ നോക്കിയാൽ. അവിടെ ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ചിഞ്ചു നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങയില്ലാതെ പോവുകയാണ്. നാളെ ഞങ്ങൾക്ക് 2 പേർക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചുമ്മാ ഒന്ന് പോയതാണ്. എനിവേ നല്ല രസമുണ്ട് കേട്ടോ. മോട്ടോർ ആണ്, വലിയ തിരക്കൊന്നുമില്ല. എനിവേ നമ്മൾ M20-ലാണ് ഇപ്പോൾ. നമുക്കൊരു 22 മിനിറ്റ്സോടെ എടുക്കും. ഇതേ നോക്കിയാൽ ആ കാണുന്നതാണ് ഡോവർ പോർട്ട് കേട്ടോ. ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റും. നല്ല രസമല്ലേ കാണാൻ? കാണുന്ന കടലാണ്. അത് കഴിഞ്ഞ് ആ ചാനൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രാൻസിലോട്ട് പോകുന്നത്. ആ പോണ ട്രക്കെല്ലാം വേറെ പുറത്ത് രാജ്യത്തു നിന്ന് വരുന്നതാണ്. ഫ്രാൻസിലോട്ട് വിസ ഇല്ലാതെ പോകാനുള്ളവർ ഇതിലൂടെ വന്നാൽ മതി. ഇതെല്ലാം ഫ്രാൻസിൽ നിന്നൊക്കെ കൂടുതലും വരുന്ന ട്രക്കുകളാണ്. അതിവിടെ വന്നിട്ട് നമ്മൾ ഫെറി എടുത്താണ് അവർ പോകുന്നത്. ആ കാണുന്ന ഫെറിയാണ്. അവിടുന്ന് എപ്പോഴും നമുക്ക്, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 2.5-3 മണിക്കൂറേ ഉള്ളൂ ഫ്രാൻസിലോട്ട്. എല്ലാവരും ഇവിടുന്ന് യൂഷ്വലി എല്ലാവരും പോകുന്നതാണ്. വിസ വേണ്ട. വിസ നമുക്കൊക്കെ ഇവിടുത്തെ ഉള്ളവർക്ക് വിസ വേണ്ട. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ വേണ്ട. അല്ലാത്തവർ ഇതെടുക്കണം. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് വേണമെന്ന് തോന്നുന്നു. കാരണം EU പുറത്ത് പോയില്ലേ. എന്തായാലും അറിയത്തില്ല. നീന്തി കിടക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലം. പിന്നെ കണ്ടില്ല, നല്ല രസമാണ്. ആ കണ്ടില്ല, ആ കാണുന്ന ക്ലിഫാണ്. വൈറ്റ് ക്ലിഫ് എന്നാണ് ഈ കൗണ്ടിക്ക് തന്നെ പറയുന്നത്. ഡോവർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ക്ലിഫ് കൗണ്ടി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കാണുന്ന കടലിങ്ങനെ വിശാലമായിട്ട്. ഈ നാട്ടില് എന്നും ഈ ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ആശിച്ചു പോകും. പക്ഷെ വിരലിലുണ്ടാകുന്ന ദിവസങ്ങൾ മാത്രമേ ഇങ്ങനത്തെ ക്ലൈമറ്റ് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. പറഞ്ഞിട്ട് കാര്യമില്ല. പശുവൊക്കെ നിൽപ്പുണ്ട്. പശു താഴെ കഴിഞ്ഞ വൈറ്റ് ക്ലിഫ് എല്ലാം കാണാൻ എന്നാ രസമല്ലേ? അതെ കേട്ടോ, പശുവിനെ കാണും അല്ലേ? ഉള്ളും ഇങ്ങനെ നമ്മൾ ഒരു ടണലിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ടണൽ ഒരു ക്യാമറമാനൊക്കെ എന്നെ രസം നോക്കി. ഓ, അടിപൊളി അടിപൊളി, സൂപ്പർ. Arrive at Samphire Hoe. ടണലുകളാണ് അവിടെ, അടുത്ത ടണലുകളാണ്. അതെ, ആ പോകുന്ന ട്രെയിനാണ്. ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിൻ ഉണ്ടോ? അതാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ. ട്രെയിനിൻ്റെ ടണലാണ്. ഇങ്ങനെ ഹൈക്ക് ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ അറ്റത്തൊക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെത്തി നടക്കുന്നില്ല. ആൾക്കാർ അറ്റത്ത് പോയിട്ടിരിക്കട്ടെ. നല്ല ചൂടാണ്. അടിപൊളിയാണ് കാണാൻ, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ആ വാച്ച് ടവറിൻ്റെ അടുത്തെത്തി. കണ്ടോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. അവിടുന്ന് ഫെറിയൊക്കെ വരുന്നുണ്ട്. തൊട്ടപ്പുറമാണെന്നാണ് ഡോവർ പോർട്ട്. അങ്ങോട്ട് വരുന്ന ഫെറിയൊക്കെ ആയിരുന്നു. ഫ്രാൻസിൽ നിന്നൊക്കെ വരുന്ന. അവിടുന്ന് ഫ്രാൻസിൽ നിന്ന് UK നിന്ന് ഫ്രാൻസിലോട്ട് നമുക്ക് ഫെറി വഴി യാത്ര ചെയ്യാം. കണ്ടോ, 3 എണ്ണം ഉണ്ട് ഓൾറെഡി. ചെറുതായിട്ട് കാണാം. നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഫിഷിങ് ചെയ്യുന്നുണ്ട്. കണ്ടോ, താഴെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട്. കാണുന്ന ചിഞ്ചും അടുത്തവിടെ ഇരിപ്പുണ്ട്. അടിപൊളി. കടലിങ്ങനെ വിശാലമായിട്ട് കിടക്കുക. കൊയറ്റാണ്.
താഴെ നമുക്ക് പോയി ഫിഷിംഗ് ഒക്കെ ചെയ്യാം. അന്ന് 4-5 പേര് അവിടെ ഇരുന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ക്ലിഫ് ഇങ്ങനെ നോക്കത്താ ദൂരത്ത് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ നിൽക്കുക, ദൂരമാന്ന് നോക്കി അങ്ങേ അറ്റം വരെ ഉണ്ട്. അത് കണ്ടോ, ആ കാണുന്നതാണ് ഡോർ പോർട്ട്. അവിടെ ഒരു ഫെറി കിടപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് UK നിന്ന് ഫ്രാൻസിന് പോകുന്നതാണ്. ആൾക്കാരെയും കൊണ്ട് നമുക്ക് വണ്ടി കൊണ്ട് പോകുന്നതാണ്, ഫെറിയാണ്. അതുപോലെ അവിടുന്ന് ഇങ്ങോട്ടും ആൾക്കാർ വരും. സമ്മറൊക്കെ അല്ലേ. എനിക്ക് ഒന്നാം ദിവസം ഇവിടുന്ന് ഒരു 3 മണിക്കൂറാണെന്ന് എനിക്ക് തോന്നുന്നു. 3 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. 3 തോന്നുന്നു. ഇവിടുന്നൊക്കെ ആൾക്കാരെപ്പോഴും പോകുന്ന ഫ്രാൻസിന് ഈ ഫെറിയൊക്കെ നമ്മൾ ഈ ചാനൽ, ഇംഗ്ലീഷ് ചാനൽ, ഈ കടൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസാണ്. നമ്മളിപ്പോൾ ബോർഡറിലാണ് നിൽക്കുന്നത്, UKയുടെയും ഫ്രാൻസിൻ്റെ ബോർഡർ എന്ന് പറയാൻ വേണേൽ. കടൽ കഴിഞ്ഞാൽ അപ്പുറം ഫ്രാൻസാണ്. അതുപോലെ തന്നെ നോക്കിയാൽ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, എന്നാ അടിപൊളിയല്ലേ. നീലയാണ് പച്ചയാണ്, ഇത് പച്ച കളറാണ് തോന്നുന്നു. കണ്ടോ, അവിടെ നിന്ന് ഒരു ബോട്ട് വരുന്നു, ചെറിയൊരു ബോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരുന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, അവിടെ രണ്ടുപേരിന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത ആൾക്കാർ ഇരുന്ന് ഫിഷ് ചെയ്യുന്നു. ഈ കടലാട്ടോ, ഇതിൻ്റെ കളർ ഒരു രക്ഷയില്ല. നല്ല പച്ച കളർ, നല്ല അടിപൊളി. സൂപ്പറായിട്ടുണ്ട് ഇതിനെ.